ഈശോ മിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ അരിമശിഷ്യനായ മാർ തോമാ ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ ഓർമ്മയായിട്ട് നമ്മൾ ദുഃഖാന തിരുനാൾ കൊണ്ടാടുകയാണല്ലോ. ഈ തിരുനാളിൽ തോമാ ശ്ലീഹായെക്കുറിച്ചും ശ്ലീഹായുടെ ദൗത്യത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കാം. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേരു നൽകി. അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചും ശ്ലീഹായുടെ മിശിഹാ സാക്ഷ്യത്തെക്കുറിച്ചുമെല്ലാം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ദൈവവിളിയോട് ആത്മാർത്ഥതയോടെ പ്രതികരിച്ചവനാണ് തോമാ ശ്ലീഹ. തോമായെക്കുറിച്ച് പറയുന്നത് സംശയത്തിൻ്റെ ആളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും സംശയിക്കുകയല്ല, എനിക്ക് കണ്ടു തന്നെ അറിയണമെന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന തോമാ ശ്ലീഹ, സ്നേഹത്തോടു കൂടിയുള്ള ഒരു വലിയ നിർബന്ധം നമ്മളവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ട് തോമാ ശ്ലീഹ ഇന്ത്യയിലേക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്തു വന്നു? ബാക്കി എല്ലാ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും റോമാ സാമ്രാജ്യത്തിൽ വചനം പ്രഘോഷിച്ചപ്പോൾ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് വചനം പ്രഘോഷിക്കുവാൻ തോമാ ശ്ലീഹ എത്തിയെന്ന് ചോദിച്ചാൽ നമുക്കൊന്നാമതായിട്ട് പറയാൻ സാധിക്കുന്നത് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, ഈശോയുടെ തിരുമുറിവുകൾ കണ്ട് വിശ്വസിച്ചതിൻ്റെ, ഈശോ വ്യക്തിപരമായിട്ട് വിളിച്ച് തൻ്റെ തിരുവിലാവ് കാട്ടിക്കൊടുത്തതിൻ്റെ ഒക്കെ ആ ഒരു വലിയ സ്നേഹാനുഭവം, ദൈവാനുഭവമാണ് തോമാ ശ്ലീഹായെ നിർബന്ധിച്ചത്. നമ്മൾ ദൈവവിളികളെക്കുറിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് കുറേ അധികം മനുഷ്യർ കർത്താവ് ഈശോ മിശിഹായ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാവുന്നത്? മിടുമിടുക്കനായ ചെറുപ്പക്കാരികൾ സന്യാസം വരിക്കുന്നു, പൗരോഹിത്യം സ്വീകരിക്കുന്നു. അവർ തങ്ങൾക്കറിവില്ലാത്ത, തങ്ങൾക്ക് പരിചയമില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്നു. ആരും സ്വന്തമായി ഇല്ലാത്ത ഇടങ്ങളിൽ പോയി എല്ലാവരെയും സ്വന്തമെന്ന് കരുതി അവർ ജീവിക്കുന്നു. അവർ എന്ത് നേടുന്നു? ജീവിതത്തിൽ ഭൗതികമായി ഒന്നും നേടുന്നില്ല, മറിച്ച് ആത്മാക്കളെ നേടുന്നു. വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ പരിശ്രമിക്കുന്ന കുറേ അധികം മനുഷ്യർ. എന്തുകൊണ്ട് ദൈവവിളികൾ ഉണ്ടാകുന്നു? അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം, വിശ്വാസം നിറയുന്നത് കൊണ്ടാണ് ഒരാൾ ദൈവവിളിയോട് പ്രത്യത്തിരിക്കുക. ദൈവവിളികൾ വൈദിക ജീവിതവും സന്യാസ ജീവിതവും മാത്രമല്ല, വിവാഹ ജീവിതവും ദൈവവിളി തന്നെയാണ്. എന്തുകൊണ്ട് ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുന്നു? എന്തുകൊണ്ട് വിവാഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ സാധിക്കുന്നത് വിശ്വാസമുള്ളതുകൊണ്ട്, ദൈവവിശ്വാസമുള്ളതുകൊണ്ട്. ഈ വ്യക്തിയെ കൂടെ ജീവിക്കാൻ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു എന്ന വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ കൂടെ ജീവിക്കുന്നു. അപ്പോൾ ദൈവവിശ്വാസമാണ് ദൈവവിളിയുടെ അടിസ്ഥാനം. ചിലപ്പോഴെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചിലരെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയൊരു സഭ, ഈ സഭയിൽ നിന്ന് ഇത്രയും വൈദികരും സിസ്റ്റേഴ്സും വരാൻ കാരണം എന്താണ്? ഞാനവരോട് പറയും, കാരണം കാരണവന്മാരുടെ വിശ്വാസമാണ്. മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം കണ്ട്, അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കണ്ട്, ശക്തനായ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട ദൈവത്തെ സ്നേഹത്തോടെ കരുതുന്നത് കൊണ്ട് ദൈവത്തിന് ജീവിതം കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. തോമാ ശ്ലീഹ ഈശോയെ തൊട്ടറിഞ്ഞ് ഈശോയ്ക്ക് ജീവിതം കൊടുത്തയാളാണ്.
നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയവനാണ് തോമാസ് ലീഹ. ധീരനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ സ്നേഹത്തിൻ്റെ ആധിക്യം, ആ സ്നേഹാനുഭവം പ്രകടിപ്പിച്ച ശ്ലീഹ പിന്നീട് ആ സ്നേഹാനുഭവത്തിൻ്റെ ശക്തനായ വക്താവായി, പ്രഘോഷകനായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോവുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്നേഹം നിർബന്ധിക്കുമ്പോൾ യുക്തിക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ മനുഷ്യന് സാധിക്കും. നമ്മൾ പലപ്പോഴും യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരാണ്. സ്നേഹം നിർബന്ധിക്കുമ്പോൾ യുക്തിക്കപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ വിചാരധാരകളെല്ലാം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ വരുമ്പോൾ ജീവിതം സമർപ്പിക്കാനായിട്ട് തയ്യാറാവുന്നു, എന്ത് കഷ്ടപ്പാടും സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നു. അന്ന് പലസ്തീനിൽ നിന്ന് ഈ ഇവിടം വരെ എത്താനായിട്ട്, ജെറുസലമിൽ നിന്ന് ഇന്ത്യ വരെ എത്താനായിട്ട് എത്ര ദിവസങ്ങൾ, മാസങ്ങൾ അദ്ദേഹം കടൽ മാർഗം സഞ്ചരിച്ചിട്ടുണ്ടാവും. പിന്നീട് ഈ കേരളത്തിൽ വന്ന് കാൽനടയായി കിലോമീറ്ററുകളോളം നടന്ന് ജനങ്ങളെ കണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവരെ സുഖപ്പെടുത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അനേകർക്ക് ഈശോയുടെ സ്നേഹത്തിൻ്റെ അനുഭവം പകർന്നു കൊടുത്ത് എത്ര ദുഷ്കരമായൊരു ജീവിതം. നമുക്കൊക്കെയാണെങ്കിൽ സുരക്ഷിതത്വമില്ലാത്ത ഒരിടത്തേക്ക് പോകാൻ പോലും പേടിയാണ്. അറിയാത്ത മനുഷ്യരാണെങ്കിൽ നമ്മളൊന്ന് പോകാനായിട്ട് അറയ്ക്കും. അറിവില്ലാത്ത ഭാഷയാണെങ്കിൽ നിവൃത്തിയുണ്ടേ പോകത്തില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മളവിടെ പിടിച്ചു നിൽക്കുമോ? ഇല്ല, നമ്മൾ തിരിച്ചു പോരും. തോമാസ് ലീഹയുടെ ജീവിതത്തിൽ അതൊന്നും ഒരു പ്രശ്നമായില്ല. കാരണം സ്നേഹം നിർബന്ധിക്കുന്നു. നമ്മൾ ഓരോ വൈദികനെയും ഓരോ കന്യാസ്ത്രീയെയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും കടന്നു വരേണ്ടത് ഇവരോരോരുത്തരും ദൈവസ്നേഹത്താൽ പ്രേരിതരായി ജീവിതം സമർപ്പിച്ചവരാണ്. അല്ലെങ്കിൽ വേറെ ഒരു കാരണവുമില്ല. ഇങ്ങനെ ജീവിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടും? ഭൗതികമായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ സ്നേഹം നിർബന്ധിക്കുന്നു. അത് മാത്രമാണ് ഒരു കാരണം. സ്നേഹം നിർബന്ധിക്കുന്നു. ചിലപ്പോഴെങ്കിലും ചോദിക്കും, വിവാഹ ജീവിതം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ബ്രഹ്മചര്യ ജീവിതം തിരഞ്ഞെടുക്കുന്നത്? ഇഷ്ടപ്പെടാഞ്ഞിട്ടാവില്ല, വിളിക്കപ്പെട്ടതുകൊണ്ടാണ്. വിളി ലഭിച്ചതുകൊണ്ട് ഈ ജീവിതം തിരഞ്ഞെടുക്കുകയാണ്. കാരണം അത്ര ശക്തമാണ് ആ വിളി. അത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒഴികഴിവില്ല. ദൈവവിളിയുടെ ഒരു പ്രത്യേകത അതാണ്. ദൈവവിളി നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒഴികഴിവില്ല. നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ മോശയെ വിളിക്കുന്ന വചനഭാഗം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. 3, 4, 5, 6 അധ്യായങ്ങളിൽ മോശ ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് കുതറി മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദൈവമേ, ദയവ് തോന്നി മറ്റാരെയെങ്കിലും അയക്കണമേ എന്നൊക്കെ പറഞ്ഞ് കുതറി മാറുന്നുണ്ട്. പക്ഷെ ദൈവം പിടിച്ച പിടിയാലെ മോശയെ തിരഞ്ഞെടുത്ത് സഹായിയായി അഹ്റോനെയൊക്കെ കൊടുത്ത് അയക്കുകയാണ്. ദൈവം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഴികഴിവില്ല. മോശ എന്തേരം ഒഴികഴിവ് പറയുന്നുണ്ട്. ദൈവമേ, ഞാൻ ആരാണ് പോകാൻ? പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ചോദിക്കും, നീ ആരാണ്? നിൻ്റെ പേരെന്താണ്? പിന്നെ പറയും, ഫറവോ എന്നെ വിശ്വസിക്കുകയില്ല, നിൻ്റെ ജനം എന്നെ വിശ്വസിക്കുകയില്ല. ഇതെല്ലാം പറഞ്ഞ് അവസാനം ഒരു രക്ഷയില്ല. ദൈവം മോശയെ വിടാനായിട്ട് തയ്യാറല്ല. മോശ അവസാനം ചോദിക്കുന്നുണ്ട്, ദൈവമേ, അലിവ് തോന്നി മറ്റാരെയെങ്കിലും അയക്കണമേ. ഒരു സാധാരണ മനുഷ്യൻ്റെ ദൈന്യത മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് ദൈവവിളിയിൽ നിന്ന് കുതിരി മാറാനായിട്ട് ശ്രമിക്കുന്ന മോശ, പക്ഷേ കർത്താവ് അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് യോനാ പ്രവാചകനെയും ഏതാണ്ട് ഓടിച്ചിട്ട് പിടിക്കുകയാണ് കർത്താവ്. യോന ഓടി രക്ഷപ്പെടുകയാണ് ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന്. അവസാനം കടലിൽ ചാടി തിമിംഗലത്തിൻ്റെ ഉള്ളിലായി. പിന്നെ തിമിംഗലം കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. അവിടുന്നും എങ്ങാണ്ടൊക്കെ പോയി. അവസാനം കർത്താവ് പറഞ്ഞ പോലെ ചെയ്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിനിവയിലേക്ക് പോവുകയാണ്. ഒഴികഴിവില്ലാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ വിളി. ദൈവം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഴികഴിവില്ല. അത് വൈദിക സന്യസ്ത ജീവിതത്തിൽ മാത്രമല്ല, ഞാൻ വീണ്ടും പറയുന്നത് കുടുംബജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ്. ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണം. അയാൾക്ക് സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം വിശുദ്ധീകരിക്കുമായിരിക്കും എന്ന് കരുതി പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ്. നമ്മൾ ഓർക്കണം, പഴയ കാലത്തൊക്കെ കഷ്ടപ്പാടുകളുടെ നടുവിൽ ഒത്തിരി മക്കളും കുടുംബ പ്രാരാബ്ധങ്ങളുമൊക്കെയായി നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ ഒരുമിച്ച് ജീവിച്ചത് അവരെല്ലാം തികഞ്ഞതുകൊണ്ടാണോ? ഒന്നുമല്ല. അവരുടെ കൂട്ടത്തിൽ മദ്യപാനം ഇല്ലായിരുന്നോ? പ്രശ്നങ്ങളില്ലായിരുന്നോ? മാനസിക പ്രശ്നങ്ങളില്ലായിരുന്നോ? ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുമിച്ച് ജീവിച്ചു. കാരണം വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം വിളിച്ചതാണെന്നുള്ളൊരു വലിയ ബോധ്യം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചു. മക്കൾക്ക് വലിയ സുരക്ഷിതത്വം നൽകി. മക്കളൊക്കെ നല്ല നിലയിലാകുമ്പോൾ അവർ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിട്ട് മാറുകയാണ്. പിരിഞ്ഞു പോകാഞ്ഞതിന് നന്ദി. ബുദ്ധിമുട്ട് വന്നപ്പോൾ പിരിഞ്ഞു പോകാതെ ഞങ്ങളെ സംരക്ഷിച്ചതിന്, കോട്ടകെട്ടി ഞങ്ങളെ സംരക്ഷിച്ചതിന് നന്ദി. ആ മക്കളുടെയൊക്കെ ജീവിതത്തിൽ മാതാപിതാക്കളോടുള്ള ആദരവ് കൂടുകയാണ്. അപ്പോൾ വിളിക്കപ്പെട്ടതുകൊണ്ട്, വിളിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് വിളിയോട് സഹകരിക്കുന്ന ശിഷ്യർ, അപ്പസ്തോലന്മാർ, അതുതന്നെയാണ് ആധുനിക ലോകത്തിലും നമ്മൾ കാണുക. ദൈവവിളി ലഭിച്ചവർ അതിൽ നിന്ന് കുതറി മാറാതെ അതിനോട് സഹകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹങ്ങൾ നൽകി അവരുടെ കൂടെ നടക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാൻ പറ്റും, വിളിയോട് പ്രത്യുത്തരിച്ചവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവനൊരിക്കലും പിന്തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല. ഹൃദയം നിറഞ്ഞ സംതൃപ്തിയോടെ, സന്തോഷത്തോടെ അവൻ ജീവിക്കുകയാണ്. കാരണം എന്നെ പ്രതി ഉപേക്ഷിച്ചവർക്ക് ഈ ലോകത്തിൽ തന്നെ 100 ഇരട്ടിയായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവം, സ്നേഹത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു വലിയ സമ്പത്ത് ദൈവം അവർക്കായിട്ട് കരുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദൈവവിളിയെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവവിളി ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, കർത്താവിനോട് കൂടെ ആയിരിക്കാനുള്ള വിളിയാണ്. അതോടൊപ്പം ഐക്യപ്പെടാനുള്ള വിളിയാണെന്ന് നമ്മൾ ഇന്നലെ ധ്യാനിക്കുകയുണ്ടായി. ഈ കൂടെ ആയിരിക്കുന്നതും ഐക്യപ്പെടുന്നതും സ്നേഹത്തിൻ്റെ നിറവിലാണ്. സ്നേഹമുള്ളത് കൊണ്ടാണ് അപ്രകാരം പ്രവർത്തിക്കുക. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് ദൈവവിളി എന്ന് പറയുന്നത്. നമുക്കൊക്കെ ആണെങ്കിലും ദൈവവിളി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളുടെ വിശ്വാസം എന്ന് നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെയൊക്കെ മാതാപിതാക്കളെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനാനുഭവത്തിലൂടെ ആത്മീയ അന്തരീക്ഷത്തിൽ മക്കൾ ദൈവത്തെ കണ്ടെത്തുകയാണ്, ദൈവവിളി കണ്ടെത്തുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ദൈവവിളികൾ കുറവാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അവിടെ ദൈവം വിളിക്കുന്നില്ലെന്നല്ല, ദൈവം വിളിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് ശ്രവിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ കുടുംബങ്ങളിൽ ഈ പറയുന്ന വിശ്വാസ ജീവിതമില്ല. കുടുംബങ്ങളിൽ വിശ്വാസ ജീവിതമില്ലാത്തത് കൊണ്ട് അവരുടെ കുടുംബാന്തരീക്ഷത്തിൽ നിറയെ മറ്റു കാര്യങ്ങളാണ്, ഭൗതികമായ കാര്യങ്ങളാണ്. അവിടെ ദൈവത്തിൻ്റെ ശബ്ദം അത് ശ്രവിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കാതെ വരുന്നു, അതിനോട് പ്രത്യുത്തരിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. നമുക്കും ഈ തോമാസ് ശ്ലീഹായെ അനുകരിച്ചുകൊണ്ട് ദൈവവിളി സ്വീകരിച്ച് അപ്പസ്തോല ശുശ്രൂഷയിലേക്ക് കടന്നു പോരാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രേക്ഷിതരായിട്ട് മാറുന്നത്, സുവിശേഷം പറയുന്നവരായിട്ട് മാറുന്നത്. അതിന് പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടത് പരിത്യാഗത്തിൻ്റെ ഒരു അരൂപിയാണ്. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ അദ്ദേഹം ശ്ലീഹ ത്യജിച്ചത് എന്തെല്ലാമാണ്? സ്വന്തം കുടുംബം, സുരക്ഷിതത്വം, സമ്പത്ത്, സ്വന്തമെന്ന് പറയാവുന്നതെല്ലാം ത്യജിച്ചു. അവസാനം മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിക്കുകയാണ്. ജീവിതം ത്യജിക്കാനുള്ള ഒരു മനോഭാവമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വിളി ശ്രവിക്കാനായിട്ട് എളുപ്പമാണ്. ജീവിതം ത്യജിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പരിത്യാഗത്തിൻ്റെ മനോഭാവമില്ലാത്തവൻ ദൈവവിളി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വാർത്ഥതയുടെ പര്യായമായിട്ട് മാറും. അതൊരു വലിയ എതിർസാക്ഷ്യമായിട്ട് മാറും. തനിക്ക് തൻ്റെ സുരക്ഷിതത്വത്തെക്കാളും തൻ്റെ സുഖങ്ങളെക്കാളും തൻ്റെ സൗകര്യങ്ങളെക്കാളും ഒക്കെ വലുത് ദൈവവും ദൈവജനവുമാണെന്നുള്ള ബോധ്യം നിറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവിളിയോട് പ്രത്യുത്തരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നമുക്ക് ദൈവകൃപയാൽ ഇപ്പോഴും വൈദിക ജീവിതത്തിലേക്ക് അനേകം ചെറുപ്പക്കാർ കടന്നു വരുന്നുണ്ട്. ദൈവത്തിന് നന്ദി. നല്ല മിടുമിടുക്കന്മാർ, നല്ല വിദ്യാഭ്യാസമുള്ളവരൊക്കെ വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ കോലാഹലങ്ങളുടെ എല്ലാം ഇടയിലും കന്യാസ്ത്രീകളാകാനും വരുന്നുണ്ട്. ഒരുപക്ഷെ വിദ്യാഭ്യാസം കൂടുതലുള്ള വ്യക്തികൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ സന്യാസ സമൂഹങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ്, എൻജിനീയറിങ് കഴിഞ്ഞ് ഒക്കെ പെൺകുട്ടികൾ കന്യാസ്ത്രീകളാകാനായിട്ട് കടന്നു വരുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ മാധ്യമങ്ങളിലെ വിചാരണകളെല്ലാം കാണുന്നതല്ലേ? മാധ്യമങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ, ഈ സന്യാസ ജീവിതത്തെ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ? എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സന്യാസ ജീവിതം ആഗ്രഹിക്കുന്നത്?
അവർ പറയും ഞങ്ങൾ കണ്ട സന്യാസ ജീവിതവും ഇവർ പറയുന്ന സന്യാസ ജീവിതവും രണ്ടും രണ്ടാണ്. മാധ്യമങ്ങളിൽ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ജനങ്ങളുടെ വൈകാരിക അവസ്ഥകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി കഥകളെ വക്രീകരിച്ച് അവതരിപ്പിക്കുമ്പോൾ അതല്ല യഥാർത്ഥ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, ഞങ്ങളുടെയൊക്കെ ഗ്രാമങ്ങളിൽ, കോൺവെൻറ്റുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരെയാണ്. അതുകൊണ്ട് ഞങ്ങളും ആ ജീവിതം ആഗ്രഹിക്കുന്നു, ആ ജീവിതത്തിൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്നു, ആ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ ലോകം നമ്മുടെ ദൈവവിളികളെ ഇല്ലാതാക്കാനായിട്ടുള്ള വലിയൊരു പരിശ്രമത്തിലാണ്. കാരണം കേരളത്തിലെ ദൈവവിളികൾ സാർവത്രിക സഭയെ വളരെ പ്രകാശമാനമായി നിർമ്മിക്കുന്നുണ്ട്. കാരണം വൈദികരില്ലാത്ത ഇടങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വൈദികർ പോയി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. കുർബാന അർപ്പിക്കുന്നിടത്ത് സഭയുണ്ട്, കുർബാനയില്ലെങ്കിൽ സഭയില്ല. അതുകൊണ്ട് തന്നെ ഈ ദൈവവിളികളുടെ പ്രഭവസ്ഥാനമായ നമ്മുടെ നാട്ടിൽ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ കൊണ്ടുവന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തലയെ കയറ്റി ബാക്കി എല്ലാവരുടെയും നന്മകളെയെല്ലാം തമസ്കരിച്ച് സന്യാസ ജീവിതത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും നല്ലതായിട്ട് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളും ഒക്കെ ഉണ്ടിന്ന്. അതിനുള്ള പരിശ്രമങ്ങളുണ്ട്. ലക്ഷ്യമെന്താണ്? ഒരു വ്യക്തി പോലും പുരോഹിതനാകരുത്, ഒരാൾ പോലും സന്യാസിയാകരുത്, സന്യാസ ജീവിതം നയിക്കാതിരുന്നാൽ എന്താണ് ഗുണം? ലോകത്ത് സഭയില്ലാതാവും. അപ്പോൾ സാത്താൻ്റെ രാജ്യം വന്നോളൂ. പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആളില്ലാതാകുമ്പോൾ രക്ഷണീയ കർമ്മം അത് വളരെയേറെ ദുർബലമായിട്ട് മാറും. അതുകൊണ്ട് വൈദികരില്ലാതാകുമ്പോൾ കുർബാനയില്ലാതാകുമ്പോൾ സഭ നിർജീവമാകുന്നു. അങ്ങനെ വളരെ ശാസ്ത്രീയമായ ഒരു നീക്കമാണത്. പക്ഷേ വിശ്വാസം ജീവിക്കുന്ന സമൂഹങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാർ ദൈവവിളി കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ദൈവിക ഇടപെടലാണ്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരെന്തുകൊണ്ടായിരിക്കാം ഉന്നതമായ പഠനങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ചൊരുങ്ങി അവർ സമർപ്പിത ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും വരുന്നത് എന്ന് ചോദിച്ചാൽ അവരും പറയും, ദൈവം വിളിച്ചു എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്കിനി ഒഴികഴിവില്ല. ദൈവം വിളിച്ചത് കൊണ്ട് ഒഴികഴിവില്ല. ഇനി ദൈവം വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വചനം പ്രഘോഷിക്കാൻ, ജനങ്ങളെ വിശുദ്ധീകരിക്കാൻ, ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ. ഈ കൊറോണ കാലത്ത് പൗരോഹിത്യത്തിന് പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ജനത്തിൻ്റെ അവസ്ഥ കർത്താവിൻ്റെ സന്നിധിയിൽ അവതരിപ്പിച്ച് കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക. പുരോഹിതനിലൂടെ, ഒരു സന്യാസിയിലൂടെ ദൈവം ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവിക മനുഷ്യരിലൂടെ ദൈവം ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അത് നമ്മൾ വചനത്തിലുടനീളം കാണുന്നുണ്ട്. ജനത്തിന് അനുഗ്രഹമായിട്ടാണ് ഒരു പ്രവാചകനും പുരോഹിതനും ഒക്കെ വാഴിക്കപ്പെടുക. ജനത്തിന് അനുഗ്രഹമാണ്. ദൈവം നിയോഗിച്ചവൻ, ദൈവം അവിടുത്തെ കൃപകൾ കൈവപ്പ് വഴി നൽകിയവൻ, അവൻ അനുഗ്രഹത്തിൻ്റെ അടയാളമായി ജനങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുകയാണ്. നമ്മൾ വിശുദ്ധ തോമാശ്ലീഹായുടെ അപ്പസ്തോല ശുശ്രൂഷയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം കാര്യമൊക്കെ നോക്കി സുഖമായിട്ട് ജീവിക്കാം. അദ്ദേഹം എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു? ശ്ലീഹ എന്തുകൊണ്ട് ഇവിടെ സുവിശേഷ പ്രവർത്തനം നടത്തി എന്ന് ചോദിച്ചാൽ, ഈ ദൈവവിളി സ്വീകരിച്ച് ദൈവസ്നേഹാനുഭവത്തിൽ വളർന്നവന് പിന്നെ വേറൊരു മാർഗവുമില്ല. ദൈവമാണ് ഏറ്റവും വലിയ നന്മയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ജീവിതം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാട്ടുന്നുണ്ടെങ്കിൽ പ്രവൃത്തിയും പ്രാർത്ഥനയും തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്ന് പറയേണ്ടി വരും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്നോട് സ്നേഹമാണ്, പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ ഈ വിളി സ്വീകരിക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്, ഞാനത് സ്വീകരിക്കുന്നില്ല.
കാരണം എനിക്ക് വേറെ പദ്ധതികളുണ്ട്. പ്രാർത്ഥനയും അത് പ്രവർത്തനവും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. ദൈവമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മയെങ്കിൽ ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് കരുതി ജീവിക്കുന്നവരാണ് ദൈവവിളി സ്വീകരിക്കുക. ദൈവവിളി എന്ന് പറയുന്നത് അത് പല കാര്യങ്ങളിലെ ഒരു തെരഞ്ഞെടുപ്പല്ല. പല കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇതെടുത്തോ എന്നില്ല. ദൈവവിളി എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കാനായി ഒരേ ഒരു കാര്യം മാത്രമാണ് നൽകപ്പെടുക. നീ വിളിക്കപ്പെട്ടിരിക്കുന്നു, വിളിയോട് നീ പ്രത്യുത്തരിക്കുക. അപ്പോഴും ദൈവം എൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി കുതിറി മാറി പോകാം. പൗലോസ്, നിങ്ങൾക്കറിയാം, ആദിമ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നടന്ന പൗലോസിനെ കർത്താവ് വിളിക്കുകയാണ്. നീ പീഡിപ്പിക്കുന്ന ക്രൂശിതനായ ഈശോയാണ് ഞാൻ. നീ ജനങ്ങളെയല്ല പീഡിപ്പിക്കുന്നത്, നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. നീ സഭയെ പീഡിപ്പിക്കുന്നു പറയുമ്പോൾ നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. കാരണം എന്താ? സഭയെന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്. പൗലോസ് മാനസാന്തരപ്പെട്ടു. പൗലോസിൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. പൗലോസ് പിന്നെ ഈശോയുടെ ആ അനുഭവം, ആ മിശിഹാനുഭവം പ്രഘോഷിക്കാനായിട്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോവുകയാണ്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെയും, നമുക്ക് ഈ ദുഃഖാന തിരുനാളിൽ കൂടുതലായി ദൈവവിളിയെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് സാധിക്കണം. ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സുവിശേഷവൽക്കരണമെന്ന് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമ്മളെ ഭയപ്പെടുത്താനും ഒക്കെ പരിശ്രമങ്ങളുണ്ട്. നമുക്കറിയാം, നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ആർക്കും നിർബന്ധിച്ച് ആരെയും മതം പരിവർത്തനം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ബോധ്യങ്ങളില്ലാതെ ഒരു പരിവർത്തനം ആ മേഖലയിൽ വരികയില്ല. ബോധ്യമില്ലാതെ ആരും ദൈവത്തെ ആരാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഹൃദയപരിവർത്തനത്തിലൂടെ മാത്രമേ ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നുള്ളൂ. അതിനെ നിർബന്ധിത മതപരിവർത്തനമെന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി നമ്മുടെ മിഷനറിമാരെ ഭയപ്പെടുത്തുകയും ജീവിക്കുന്ന സമൂഹങ്ങളെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ധീരതയോടെ ഈശോയെ കൊടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വളരെ മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർ, അവരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളെ സുവിശേഷം കൊടുക്കാനായിട്ട് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. നമുക്ക് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ പല രീതിയിൽ സാധിക്കും. ദൈവവിളി സ്വീകരിക്കാനായിട്ട് പറ്റും. അത് എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് എനിക്ക് കർത്താവിനെ, ഏതെല്ലാം കഴിവുകളാണോ എനിക്ക് ദൈവം തന്നിട്ടുള്ളത്, ആ കഴിവുകൾ ഉപയോഗിച്ച് എനിക്ക് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, പണ്ടൊക്കെ ആദിമസഭ മുതൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പതിവാണ് ദശാംശം കൊടുക്കുന്നത്. നമ്മൾ കെട്ടിപ്പടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും സാമൂഹിക സേവന പരിപാടികളും എല്ലാം മനുഷ്യൻ്റെ ദശാംശത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതാണ്. ഈ ദശാംശം കൊടുക്കുന്ന പരിപാടി അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, നിൻ്റെ കഴിവിൻ്റെ ദശാംശവും ദൈവത്തിന് കൊടുക്കാൻ നിനക്ക് സാധിക്കണം. നിൻ്റെ സമയത്തിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം. നിനക്കുള്ളതിൻ്റെ എല്ലാം ദശാംശം ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ ദൈവികമായ അനുഭവം എന്നിലൂടെ അനേകരിലേക്ക് കടന്നു വരികയാണ്. സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ അനേകർ കടന്നു വരികയാണ്. നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മുടെ ദൈവവിളിയെ ധ്യാനിക്കുവാനും ദൈവവിളി ലഭിക്കുമ്പോൾ അതിനോട് പ്രത്യുത്തരിക്കുവാനും കൂടുതൽ പേരെ ദൈവമേ നീ വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനും എല്ലാം സാധിക്കേണ്ടതാണ്. ഈ ദുഃഖാന തിരുനാൾ നമ്മുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ദൈവിക വിളിയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പ്രേരകമാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.